ആരും പേടിക്കേണ്ട കൈസ്, ഇത് വേറെ ആരുമില്ല, എൻ്റെ അനിയത്തിയാണ്. കണ്ടാ പ്രേതം പോലെ ഇരിക്കുമെങ്കിലും ആള് പാവാണ്. സംഭവം രാത്രി കിടക്കാൻ നേരമൊക്കെ മുടിയൊക്കെ ചിക്കുന്ന സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ട്. പക്ഷെ ഞാൻ അതിനല്ല വന്നത്, ഞാൻ തിന്നാനാണ് വന്നത്. എല്ലാവരും കിടന്നു കഴിഞ്ഞാലാണ് നമുക്ക് വിശപ്പ് മുട്ടുക. അപ്പം നമ്മൾ അടുക്കളയിൽ കയറി വല്ലതും തിന്നാനുണ്ടോ തപ്പിയപ്പോഴാണ് പഴം കിടക്കുന്നുണ്ടത്. പക്ഷെ പഴം എനിക്ക് കഴിക്കാൻ അപ്പോൾ ഒരു മൂടില്ലായിരുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാനായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതവിടെ വെച്ചു. നമ്മൾ നേരെ സ്റ്റോർ റൂമിൽ പോയി നോക്കി, തപ്പി തരുന്നു. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഞാൻ ബിസ്ക്കറ്റും തപ്പിയായിരുന്നു പോയത്, പക്ഷേ ബിസ്ക്കറ്റ് സ്ഥലം മാറ്റി വെച്ചമ്മ. അപ്പം അതവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി തരാൻ വേണ്ടി കഴിഞ്ഞ് ഞാൻ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ എന്തുണ്ട്, ഷെൽഫിൽ പാൽപ്പൊടിയുടെ കുപ്പി കിടക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതെടുത്ത് അങ്ങ് തിന്നാന്ന് വെച്ചു. പാൽപ്പൊടി പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ലൈറ്റൊക്കെ ഓഫ് ആക്കി, അഥവാ വെളിച്ചങ്ങൾ അമ്മയച്ചനങ്ങ് എണീച്ച് വന്നാൽ ആരുടെ അടുക്കളയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടില്ലേ. അപ്പം പിന്നെ ഞാൻ ആ ലൈറ്റൊക്കെ ഓഫ് ആക്കി 2-3 സ്പൂണൊക്കെ എടുത്ത് വായിലങ്ങിട്ട്. പക്ഷേ ക്ലിപ്പിട്ടുകൊണ്ടാന്ന് തോന്നുന്നു, പാൽപ്പൊടി ക്ലിപ്പിന് മേലെല്ലാം ഇട്ടിട്ട് ഒരുപോലെ പറ്റി പിടിച്ചിരുന്നു. അങ്ങനെ അതും തിന്ന്. എന്നാലുണ്ടോ എൻ്റെ വിശപ്പ് തീരണേ. ഞാൻ പിന്നെയും വേറെ എന്തെങ്കിലും ഉണ്ടോ തപ്പി തരാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന് നോക്കി. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഫ്രൂട്ട്സ് ഒന്നും മൂടില്ല. പക്ഷേ സൈഡിലേക്ക് നോക്കാൻ വേണ്ടി ചോക്ലേറ്റ് എന്നാൽ പിന്നെ അതൊക്കെ തിന്നാന്ന് വെച്ച്. പക്ഷേ എടുത്ത ചോക്ലേറ്റ് ചെറുതായിട്ട് മാറിപ്പോയി കൈ. അത് ആ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉള്ളത് എനിക്ക് തീരെ ഇഷ്ടമല്ല അത്. അപ്പോൾ പിന്നെ ഞാൻ അത് തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാൻ വിചാരിച്ചു, എന്തിനാ വെറുതെ. പിന്നെ അടുക്കളയിൽ പോയപ്പോൾ ആ പഴം നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ പഴം ഇല്ലാത്ത തിന്നേക്കാന്ന്. അല്ലെങ്കിൽ പിന്നെ നല്ല ഉറുമ്പൊക്കെ വരിച്ചത് അവിടെ കായലെന്ന് വെച്ച് ഞാൻ ആദ്യം എടുത്താൽ തിന്നു കൈസ്. അത് തിന്നു കഴിഞ്ഞപ്പം ആശ്വാസമുണ്ട്. പിന്നെ ഇടയിൽ ഞാൻ അവളെയും കൂടെ വെറുപ്പിച്ച്, അതും ഒരു സുഖല്ലേ. തീറ്റയൊക്കെ പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവളുടെ കൂടെ ഞാനും അങ്ങ് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി, പിന്നെ കുറച്ച് ലിപ് ബാം ഒക്കെ ഇട്ടതാക്കി. അത് കഴിഞ്ഞതിന് വെച്ച് പിന്നെ ഒന്നും നോക്കിയില്ല, കയറി അങ്ങ് കിടന്നുറങ്ങി ഗൈസ്.